ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പഞ്ചാബിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതിൻ്റെ പേരാണ് ചിക്കൻ പട്ടിയാല. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ പട്ടിയാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മസാല നല്ലപോലെ ചിക്കനിലൊന്ന് പിടിക്കണം. എന്നിട്ട് ഇത് നമുക്കൊരു 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്ത് നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാളയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണം. പട്ട, ഗ്രാമ്പ്, ഏലക്ക ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ കൊച്ചു ജീരകം കൂടി ചേർക്കണം. അത് ഞാൻ മറന്നുപോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. 1/4 കപ്പ് വെള്ളം കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാനൊരു പകുതി ഗ്രേവി വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. വേകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഒരു സവാളയാണ്. അതിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. അതും കൂടി നല്ലപോലെ ഒന്ന്
വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അടുത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന ഗ്രേവി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്ത നമ്മൾ ഇതിൽ ചേർക്കുന്നത് കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റാണ്. അത് എത്രത്തോളം നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഇതുപോലെ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. കാരണം നമ്മൾ നേരത്തെ തന്നെ ഉള്ള ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കനും കുക്കായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ഇലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് വരെ ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പട്ടിയാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ നമുക്ക് പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇത് പഞ്ചാബിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.